എല്ലാവർക്കും സ്വാഗതം. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം. ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം നിറഞ്ഞൊഴുകൽ എന്നതാണ്. മറ്റു ഓപ്ഷൻസ് ആ വാക്കിന്റെ അർത്ഥങ്ങളല്ല. ഉപചാരം എന്നാൽ ബഹുമാനം, ആദരവ് എന്നതൊക്കെയാണ് അർത്ഥമായിട്ട് കണക്കാക്കുന്നത്. ഉപസ്തരണം എന്നാൽ വിരിപ്പ്, പരവതാനി എന്നതാണ്. ആത്മാരാധന എന്നാൽ സ്വയം ആരാധിക്കൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആരാധിക്കുക. ഈ ഒരു അർത്ഥമാണ് മറ്റുള്ള ഓപ്ഷൻസിന് വരുന്നത്. അപ്പോൾ ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം നിറഞ്ഞൊഴുകൽ എന്നതാണ്. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം ഏത്? പടഹാദിയാണ് വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്നത്. ഇവിടെ പടഹം എന്നാൽ വാദ്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ഉത്സവത്തിന്റെ കൊടിയേറ്റിന് മുമ്പായിട്ട് ഭഗവാനെ അറിയിക്കുന്നതിനായി വാദ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ചടങ്ങാണ് പടഹാദി. വാദ്യവിശേഷങ്ങൾക്ക് പ്രാധാന്യം നൽകി ആരംഭിക്കുന്ന ഉത്സവം ഏതാണ്? പടഹാദി. പ്രസിദ്ധമായ തൃപ്പൂത്താറാട്ട് ഉള്ള ഏക ക്ഷേത്രം. തൃപ്പൂത്താറാട്ട് എന്നത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഒരു ആചാരമാണ്. ദേവി രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണിത്. എന്ന് പറഞ്ഞാൽ ദേവിയുടെ ആർത്തവത്തെ ഒരു പുണ്യ ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ലോകത്തിൽ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ദേവിയുടെ ആർത്തവത്തെ ഒരു പുണ്യ ഉത്സവമായിട്ട് ആഘോഷിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ദേവിയുടെ ഉടയാടകളിൽ രജസ്വലയായതിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ അത് തൃപ്പൂത്താണെന്ന് കണക്കാക്കുന്നു. ഇതൊരു പ്രത്യേക ചടങ്ങായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ആഘോഷിക്കാറുണ്ട്. ഈ സമയം ദേവിയുടെ പ്രധാന നടയായ പടിഞ്ഞാറേ നട അടച്ചിടുന്നു. തുടർന്ന് ദേവിയുടെ ചൈതന്യത്തെ ഒരു ബലിബിംബത്തിലേക്ക് മാറ്റുന്നു. മൂന്നാം ദിവസം ആറാട്ട് ഘോഷയാത്രയായി ദേവിയെ അടുത്തുള്ള പമ്പാ നദിയിലെ മിത്രക്കടവിലേക്ക് എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തുന്നു. ഈ ചടങ്ങിനെയാണ് തൃപ്പൂത്താറാട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസിദ്ധമായ തൃപ്പൂത്താറാട്ടുള്ള ഏക ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഇത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാറിയും വരാറുണ്ട്. തൃപ്പൂത്ത് നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാലും അത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ്. ഇത് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും വന്നിട്ടുള്ളതാണ്. അപ്പം അത് ശ്രദ്ധിച്ചു പഠിക്കുക. പുരാണ കഥാപ്രസംഗം. കൂത്താണ് പുരാണ കഥാപ്രസംഗമായിട്ട് കണക്കാക്കുന്നത്. ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ക്ഷേത്രത്തില് കൂത്ത് അവതരിപ്പിക്കുന്നത്. ഹാസ്യവും സാമൂഹിക വിമർശനവും കലർന്ന ഒരു കലാരൂപമായിട്ടാണ് ചാക്യാര് കൂത്ത് അവതരിപ്പിക്കുന്നത്. ആംഗ്യകം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയം ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല ഏതാണ്? ആംഗ്യകം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല കഥകളിയാണ്. കഥകളിയിൽ ഈ 3 അഭിനയങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ആംഗ്യകം എന്ന് പറഞ്ഞാൽ ശരീര ചലനങ്ങളാണ്. അതായത് കൈമുദ്രകൾ, മുഖഭാവങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിന്റെ ചലനങ്ങൾ എന്നിവയിലൂടെയൊക്കെ കഥാപാത്രത്തിന്റെ ഭാവങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ആംഗ്യകം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആഹാര്യം എന്നാൽ വേഷവിധാനമാണ്. കഥാപാത്രത്തിനനുസരിച്ച് വേഷം, ചമയം, കിരീടം എന്നിവയൊക്കെ ആഹാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. സാത്വികം എന്നാൽ മനസ്സിലെ ഭാവങ്ങളാണ്. ആ കഥാപാത്രത്തിന്റെ മനസ്സിലെ വികാരങ്ങളെ കണ്ണുകളിലൂടെയും മുഖത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് സാത്വികം എന്ന അഭിനയം. ഈ 3 അഭിനയങ്ങളും കഥകളിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതും കൂടാതെ തന്നെ വാചികം, അതായത് സംഭാഷണം എന്നൊരു അഭിനയവും കൂടെ ഉണ്ട്. എന്നാൽ കഥകളിയിൽ വാചികം പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. ആംഗ്യകം, ആഹാര്യം, സാത്വികം എന്നീ 3 തരം അഭിനയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷേത്രകല കഥകളിയാണ്. ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത ഇവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം. പ്രസ്ഥാനത്രയം എന്നതാണ് ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത എന്നിവയ്ക്ക് 3നും ചേർന്നുള്ള പൊതുവായ നാമധേയം. ത്രയം എന്നാൽ തന്നെ 3 നമുക്കറിയാമല്ലോ. പ്രസ്ഥാനത്രയം എന്നത് വേദാന്ത ദർശനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഈ 3 ഏതൊക്കെയാണ്? ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത. ഈ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രസ്ഥാനത്രയം എന്നത്. ഇതിൽ ഉപനിഷത്തുകളെ ശ്രുതി പ്രസ്ഥാനം എന്നും ബ്രഹ്മസൂത്രത്തെ യുക്തിപ്രസ്ഥാനം എന്നും ഭഗവത്ഗീതയെ സ്മൃതി പ്രസ്ഥാനം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഉപനിഷത്തിനെ
ശ്രുതിപ്രസ്ഥാനമെന്നും ബ്രഹ്മസൂത്രത്തെ യുക്തിപ്രസ്ഥാനമെന്നും ഭഗവത്ഗീതയെ സ്മൃതിപ്രസ്ഥാനം എന്നും പറയുന്ന ഈ 3 അടിസ്ഥാന ഗ്രന്ഥങ്ങളും കൂടെ ഒരുമിച്ച് പറയുന്നതാണ് പ്രസ്ഥാനത്രയം. മരപ്പാണിയുടെ മറ്റൊരു നാമധേയം. ദേവസ്വം ബോർഡ് എക്സാമിന് തുടർച്ചയായി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യനാണ് മരപ്പാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ഇവിടുത്തെ ചോദ്യം മരപ്പാണിയുടെ മറ്റൊരു നാമധേയം ഏതാണെന്നാണ്. വലിയ പാണിയാണ് ആൻസർ വരുന്നത്. മരപ്പാണി എന്ന് കേൾക്കുമ്പോൾ പലരും അതൊരു വാദ്യോപകരണമാണ് എന്നാണ് ധാരണ ഉണ്ടാവുക. പക്ഷെ ഇതൊരു പ്രത്യേകതരം താളമാണ്. ചെറിയ പാണി, വലിയ പാണി എന്നിങ്ങനെ പലതരം താളങ്ങളുണ്ട്. ഉത്സവത്തിന് ഭഗവാനെ ക്ഷണിക്കുക എന്നതാണ് ഈ ഒരു ചടങ്ങിന്റെ പ്രധാന ഉദ്ദേശം. മരപ്പാണി ചടങ്ങിന്റെ താളക്രമം വളരെ നീളമുള്ളതും വിപുലവുമാണ്. മരച്ചെണ്ടകൾ ഉപയോഗിച്ച് 11 വീതം താളങ്ങൾ ആവർത്തിച്ചുകൊണ്ട് തുടർച്ചയായി 41 താളക്കൂട്ടുകൾ മുഴക്കുന്നു. നീളമേറിയതായ താളക്രമമായതുകൊണ്ടാണ് ഇതിനെ വലിയ പാണി എന്ന പേര് ലഭിച്ചത്. അതുപോലെ ക്ഷേത്രങ്ങളിലെ സാധാരണ ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് ചെറിയ തോതിലുള്ള താളക്രമങ്ങളെ ചെറിയ പാണി എന്നും വിളിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ മരപ്പാണി എന്നത് ഒരു വാദ്യമേള ചടങ്ങാണ്. നീണ്ടു നിൽക്കുന്നതും വിപുലവുമായ താളങ്ങൾ ഉൾക്കൊള്ളുന്നതിനാലാണ് അതിനെ വലിയ പാണി എന്നും വിളിക്കുന്നത്. അതൊരു വാദ്യമാണ്, അല്ലാതെ വാദ്യോപകരണത്തിന്റെ പേരല്ല. ഒരു താളക്രമത്തിന്റെയോ ചടങ്ങിന്റെയോ ഒരു വാദ്യമോ ആണ് മരപ്പാണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്രീബുദ്ധന്റെ പൂർവ്വനാമധേയം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ എന്നതാണ് ശ്രീബുദ്ധന്റെ പൂർവ്വനാമധേയം. നാരായണീയം എന്ന കൃതിയുടെ കർത്താവ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയാണ് നാരായണീയം എന്ന കൃതിയുടെ കർത്താവ്. നാരായണീയം എന്നത് ഭാഗവതം ദശമസ്കന്ധം അടിസ്ഥാനമാക്കി സംസ്കൃതത്തിൽ എഴുതിയ ഒരു സ്തുതികാവ്യമാണ്. ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി ഈ കൃതി രചിച്ചിരിക്കുന്നത്. 1036 ശ്ലോകങ്ങളാണ് നാരായണീയത്തിലുള്ളത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിക്ക് രോഗശാന്തി ലഭിക്കുന്നതിനായിട്ടാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയാണ് എഴുതിയിരിക്കുന്നത്. നാരായണീയം ഭാഗവതം ദശമസ്കന്ധം അടിസ്ഥാനമാക്കി സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്നത്. 1036 ശ്ലോകങ്ങളുണ്ട്. ഗുരുവായൂരപ്പനെ പ്രകീർത്തിച്ചുകൊണ്ടാണ് രചിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിയുടെ രോഗശാന്തി ലഭിക്കുന്നതിനായിട്ടാണ് ഈ കൃതി രചിച്ചത്. അതുപോലെ മറ്റു ഓപ്ഷൻസും മലയാള സാഹിത്യത്തിലെ പ്രമുഖരുടെ പേരുകളാണ്. എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നു. അധ്യാത്മരാമായണം, മഹാഭാരതം, കിളിപ്പാട്ട് എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. ചെറുശ്ശേരിയുടെയാണ് കൃഷ്ണഗാഥ. പൂന്താനം, ജ്ഞാനപ്പാന, സന്താനഗോപാലം, പാന തുടങ്ങിയ ഭക്തികാവ്യങ്ങളുടെ കർത്താവാണ് പൂന്താനം. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ആത്മീയാചാര്യൻ. ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ ആത്മീയാചാര്യൻ. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1967 ഓഗസ്റ്റ് 21-നാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ആത്മീയാചാര്യൻ കൂടിയാണ് ശ്രീനാരായണ ഗുരു. ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്? റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിലെ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്. 1810 മുതൽ 15 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലയളവ്. ക്ഷേത്രങ്ങളിലെ അഴിമതിയും സാമ്പത്തിക പ്രശ്നങ്ങളും വർദ്ധിച്ചപ്പോൾ റീജന്റ് ആയിരുന്ന റാണി ഗൗരി ലക്ഷ്മിഭായി ഭരണനിർവഹണം കാര്യക്ഷമമാക്കുകയും ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുകയും അങ്ങനെ പുതിയ ദേവസ്വം വകുപ്പൊക്കെ രൂപീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം റാണി ഗൗരി ലക്ഷ്മിഭായിയുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത്. ഹിന്ദുമത എൻഡോമെന്റ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏത്? ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് റെഗുലേഷൻ ആക്ട്. ഇത് നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് ചോദ്യം. വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ മദ്രാസ് പ്രസിഡൻസി, തിരുവിതാംകൂർ, കൊച്ചി ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇത്തരം പല നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഈ ചോദ്യം വരുമ്പോൾ 1920 ആൻസർ ആയിട്ട് തരുന്നത്. പക്ഷെ ഇവിടെ ഫൈനൽ ആൻസർ കീയിൽ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്.
ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം എവിടെ? ഇതും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ശബരിമല വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ സൗകര്യപൂർവ്വം പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ശബരിമലയുടെ പ്രാധാന്യം കാരണം അതിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിന്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ്. ദേവസ്വം ബോർഡിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരെ അത് കണ്ടു നോക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ശബരിമല ദേവസ്വം ഗ്രൂപ്പിന്റെ ആസ്ഥാനം പത്തനംതിട്ടയാണ്. പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടാത്തത് ഏത്? പഞ്ചലോഹത്തിൽ ഉൾപ്പെടുത്തുന്ന 5 ലോഹങ്ങളാണ് ചെമ്പ്, സ്വർണം, വെള്ളി, ഈയം, ഓട്. ഇത്രയുമാണ് പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടുത്തുന്നവ. അതുപോലെ വെങ്കലവും ഉപയോഗിക്കാറുണ്ട്. ഇരുമ്പുമായി ചേർന്ന ഒരു മിശ്രിതമാണ് വെങ്കലം. അതുകൊണ്ട് ഇരുമ്പും പഞ്ചലോഹ വിഗ്രഹത്തിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷനുകളിൽ വരാൻ സാധ്യതയില്ലാത്ത ആൻസർ പിച്ചളയാണ്. അത് തന്നെയാണ് ആൻസർ കീയിലും കൊടുത്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലാക്കുക. പഞ്ചലോഹത്തിൽ ഉൾപ്പെടുത്തുന്ന ലോഹങ്ങൾ സ്വർണം, വെള്ളി, ചെമ്പ്, ഈയം, ഓട്. ഇത്രയുമാണ് പഞ്ചലോഹത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഫാക്ട് കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ ആര്? ഫാക്ട് FACT കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ MKK നായരാണ്. മണപ്പുള്ളി കാവുവളപ്പിൽ കൃഷ്ണൻ നായർ എന്ന MKK നായരാണ് ഫാക്ട് കഥകളി കേന്ദ്രത്തിന്റെ സ്ഥാപകൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. 1965 അദ്ദേഹം ഫാക്ട് കഥകളി വിദ്യാലയം സ്ഥാപിച്ചത്. മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എതിർത്ത പൂജ. സൂര്യോദയത്തിന് ശേഷം സൂര്യരശ്മികൾ കിഴക്ക് ദർശനമുള്ള ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയിൽ പതിക്കുമ്പോൾ നടത്തുന്ന പൂജയാണ് എതിർത്ത പൂജ. സൂര്യരശ്മികൾ നേരിട്ട് എതിർദിശയിൽ ബിംബത്തിൽ പതിക്കുന്നത് കൊണ്ടാണ് ഈ പൂജയ്ക്ക് എതിർത്ത പൂജ എന്ന പേര് വന്നത്. ഇപ്പോൾ മഹാക്ഷേത്രങ്ങളിൽ സൂര്യപ്രകാശം ബിംബത്തിൽ പതിക്കും വിധം സൂര്യൻ ഉയരുമ്പോൾ നടത്തപ്പെടുന്ന പൂജയാണ് എതിർത്ത പൂജ. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ എത്ര പാലികകളിലായാണ് മുളയിടുന്നത്? എന്താണ് മുളയിടൽ? ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുൻപായിട്ട് നടത്തുന്ന ഒരു പ്രധാന ചടങ്ങാണ് മുളയിടൽ. വിവിധ ധാന്യങ്ങൾ മുളപ്പിച്ച് അവ സമൃദ്ധമായി വളരുന്നത് കാണുന്നതിലൂടെ ഉത്സവത്തിന്റെ ഐശ്വര്യം ഉറപ്പാക്കുക എന്നതാണ് മുളയിടൽ എന്ന ചടങ്ങിന്റെ ഉദ്ദേശം. പാലികകൾ എന്താണ്? മുളയിടാൻ ഉപയോഗിക്കുന്ന മൺപാത്രങ്ങളാണ് പാലികകൾ. ചില ക്ഷേത്രങ്ങളിൽ 12 പാലികകളിലായിട്ടാണ് മുളയിടുന്നത്. 12 പാലികകൾ എന്നതുകൊണ്ട് 12 രാശികളെയും നക്ഷത്രങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് 12 പാലികകളിൽ മുളയിടുന്നത്. എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ 16 പാലികകളിലാണ് മുളയിടുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്ന ആൻസർ കീയിൽ 16 ആൻസർ. അപ്പൊ അതേ രീതിയിൽ തന്നെ പഠിക്കുക. ക്ഷേത്രാചാര വിധിപ്രകാരം നടത്തപ്പെടുന്ന മുളയിടൽ കർമ്മത്തിൽ 16 പാലികകളിലായിട്ടാണ് മുളയിടുന്നത്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് വിഖ്യാതമായത് തിരുവാർപ്പ് ക്ഷേത്രമാണ്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലാണ് തിരുവാർപ്പ് ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണ്. പാണ്ഡവർക്ക് വിശപ്പകറ്റാൻ ശ്രീകൃഷ്ണൻ സ്വയം പ്രത്യക്ഷപ്പെട്ടെന്നും അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും വിശന്നിരിക്കുകയാണെന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. ഈ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് അതിരാവിലെ തന്നെ നട തുറന്ന് നിവേദ്യം അർപ്പിക്കുന്നത്. കാരണം ഭഗവാൻ വിശന്നിരിക്കുകയാണ് എന്നൊരു സങ്കല്പമാണ്. അപ്പം നേരത്തെ തന്നെ നട തുറന്ന് ഭഗവാന് നിവേദ്യം സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ നട തുറക്കുന്നത് എന്നൊരു സങ്കല്പവും ഈ ക്ഷേത്രത്തിനുണ്ട്. ആദ്യം നട തുറക്കുന്ന ക്ഷേത്രം ഏതാണ്? തിരുവാർപ്പാണ്. കൂത്തിനുപയോഗിക്കുന്ന ഗദ്യപദ്യ സങ്കലിതങ്ങളായ കൃതികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കൂത്തിനുപയോഗിക്കുന്ന ഗദ്യപദ്യ സങ്കലിതങ്ങളായ കൃതികൾ പ്രബന്ധങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പുരാണ കഥകളെ ആധാരമാക്കി സംസ്കൃതത്തിലും മലയാളത്തിലും രചിക്കപ്പെട്ട കൃതികളാണ് പ്രബന്ധങ്ങൾ. കൂത്താരെ അവതരിപ്പിക്കുന്നത് ചാക്യാരാണ്. ചാക്യാര് ഈ പ്രബന്ധങ്ങളിലെ ശ്ലോകങ്ങൾ ചൊല്ലി അതിനെ മലയാളത്തിൽ വിശദീകരിക്കുന്നു. പലപ്പോഴും ഹാസ്യവും സാമൂഹിക വിമർശനവും ഒക്കെ കൂട്ടിച്ചേർന്നാണ് അദ്ദേഹം ഈ ഒരു കഥയെ രസകരമാക്കി അവതരിപ്പിക്കുന്നത്. മറ്റു ഓപ്ഷൻസ് ആയ മണിപ്രവാളം, ഇതൊരു സാഹിത്യ ശൈലിയാണ്. മലയാളവും സംസ്കൃതവും ഇടകലർത്തി എഴുതുന്ന ഒരു ശൈലിയാണ് മണിപ്രവാളം. അതൊരു കൃതിയുടെ പേരല്ല, ഒരു രചനാ രീതിയാണ്.
മുക്തകങ്ങൾ എന്നാൽ ഒറ്റ ശ്ലോകങ്ങളായി നിലകൊള്ളുന്നതും പൂർണ്ണമായ അർത്ഥം നൽകുന്നതുമായ കൃതികളാണ് മുക്തകങ്ങൾ. പ്രകരണങ്ങൾ എന്നാൽ സംസ്കൃത നാടകങ്ങളിലെ ഒരു വിഭാഗമാണ് പ്രകരണങ്ങൾ. കൂത്തിൽ ഉപയോഗിക്കുന്ന കൃതികള് പ്രബന്ധങ്ങൾ ആണ്. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണം ലിംഗപുരാണമാണ്. വൈഷ്ണവ പൂജാ പദ്ധതികളെ പ്രതിപാദിക്കുന്ന പുരാണം. ലിംഗപുരാണം പ്രധാനമായും ശിവനെ കുറിച്ചുള്ളതാണെങ്കിലും വിഷ്ണുവിന് വേണ്ടതായ പൂജാ വിവരണങ്ങളും വിവരിച്ചിട്ടുണ്ട്. വൈഷ്ണവ പൂജാവിധികളും വിഷ്ണുവിന്റെ അവതാരങ്ങളും ആചാരങ്ങളും എന്നിവയൊക്കെ ലിംഗപുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട പണ്ഡിതവരേണ്യൻ. മണ്ഡനമിശ്രനാണ് ആൻസർ. ശങ്കരാചാര്യ സ്വാമികൾ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ട പണ്ഡിതവരേണ്യൻ മണ്ഡനമിശ്രനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിനകത്തും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ഡനമിശ്രൻ ശങ്കരാചാര്യ സ്വാമികളുമായിട്ട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും മണ്ഡനമിശ്രൻ പരാജയപ്പെടുകയും അങ്ങനെ ശങ്കരാചാര്യ സ്വാമികളുടെ ശിഷ്യനാവുകയും ചെയ്തതാണ്. അങ്ങനെ സുരേശ്വരാചാര്യർ എന്ന പേരും സ്വീകരിച്ചാണ് അദ്ദേഹം ശങ്കരാചാര്യരുടെ ശിഷ്യനായത്. ശുക്ല യജുർവേദ ബ്രാഹ്മണം ഏത്? ശതപഥ ബ്രാഹ്മണമാണ് ശുക്ല യജുർവേദ ബ്രാഹ്മണം. വേദങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രാഹ്മണങ്ങൾ. ഓരോ വേദത്തിനും അതിൻ്റെതായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും ഉണ്ട്. യാഗങ്ങളെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത്. ശതപഥ ബ്രാഹ്മണം ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഒരു ബ്രാഹ്മണമാണിത്. യാഗങ്ങളുടെ രീതികളും അവയുടെ തത്വങ്ങളും ഒക്കെയാണ് ശതപഥ ബ്രാഹ്മണത്തിൽ പ്രതിപാദിക്കുന്നത്. ഗോപഥ ബ്രാഹ്മണമാണെങ്കിൽ അഥർവവേദവുമായി ബന്ധപ്പെട്ടതാണ്. ഗോപഥ ബ്രാഹ്മണം അഥർവവേദവുമായിട്ടാണ്. ഐതരേയ ബ്രാഹ്മണം ഋഗ്വേദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഞ്ചവിംശ ബ്രാഹ്മണമാണെങ്കിൽ സാമവേദവുമായിട്ട് ബന്ധപ്പെട്ട ബ്രാഹ്മണമാണ്. ശതപഥ ബ്രാഹ്മണം ശുക്ല യജുർവേദവുമായിട്ട്, ഗോപഥ ബ്രാഹ്മണം അഥർവവേദവുമായിട്ട്, ഐതരേയ ബ്രാഹ്മണം ഋഗ്വേദവുമായിട്ട്, പഞ്ചവിംശ ബ്രാഹ്മണം സാമവേദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. വേദങ്ങൾ തെറ്റുകൂടാതെ പഠിക്കുന്നതിനും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പാഠരീതികളൊക്കെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ജടാപാഠം എന്നാൽ ജട പോലെ കെട്ടുപിടഞ്ഞ ഒരു പാരായണ രീതിയാണ്. അതിന്റെ പാരായണ രീതി ഒന്നും പറയുന്നില്ല, നമുക്കതൊന്നും ആവശ്യമില്ല. ജട പോലെ കെട്ടുപിടഞ്ഞ പാരായണ രീതിയാണ് ജടാപാഠം. ഓരോ പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ചൊല്ലുന്നതാണ് ആ ഒരു രീതി എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ പദപാഠം എന്നാൽ ഓരോ പദവും ഒറ്റയായിട്ട് ചൊല്ലുന്ന രീതി. ക്രമപാഠം എന്നാൽ അടുത്തടുത്ത പദങ്ങൾ ക്രമമായിട്ട് കൂട്ടിച്ചൊല്ലുന്ന രീതിയാണ് ക്രമപാഠം. ഘനപാഠം എന്നാൽ ഏറ്റവും സങ്കീർണമായ പാരായണ രീതിയാണ്. ഓരോ പദങ്ങളും വിവിധ ക്രമങ്ങളിൽ ആവർത്തിച്ചു ചൊല്ലുന്ന രീതിയാണ് ഘനപാഠം. അത് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഘനപാഠം പഠിച്ചവരെ വേദ പണ്ഡിതന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പാഠരീതികളെല്ലാം ചേർന്ന് അഷ്ടവികൃതികൾ എന്നാണ് പറയുന്നത്. വേദമന്ത്രങ്ങളിലെ പദങ്ങൾ മറിച്ചും തിരിച്ചും ചൊല്ലി ക്രമം ഉറപ്പിക്കുന്ന രീതിയാണ് ജടാപാഠം. വാദ്യോപകരണങ്ങളിൽ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇടയ്ക്കയാണ് വാദ്യോപകരണങ്ങളുടെ രാജാവ്. ക്ഷേത്രങ്ങളിലെ വിശേഷാൽ പൂജകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണമാണ് ഇടയ്ക്ക. പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? പഞ്ചഗവ്യത്തില് 5 പശു ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം. ഇത്രയും പശു ഉൽപ്പന്നങ്ങളാണ് പഞ്ചഗവ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ഓരോന്നും പഞ്ചഭൂതങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. പാല് അഗ്നിയായും, തൈര് വായുവായും, നെയ്യ് ആകാശമായും, ഗോമൂത്രം ജലമായും, ചാണകം പൃഥ്വിയായിട്ടുമാണ്, പൃഥ്വി എന്ന ഭൂമിയായിട്ടുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പഞ്ചഗവ്യത്തിലെ ചാണകം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? പൃഥ്വി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രധാനപ്പെട്ടതുമായ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുന്നാഥ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ആദ്യത്തെ ക്ഷേത്രമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. തൃശൂർ പൂരത്തിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത? ഉദയനാപുരം സുബ്രഹ്മണ്യനാണ് വൈക്കത്തപ്പന്റെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവത.
വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ശിവൻ വൈക്കത്തപ്പൻ, ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യനും അച്ഛനും മകനുമാണെന്നാണ് ഐതിഹ്യം. ഈ രണ്ട് ക്ഷേത്രങ്ങളിലെയും പൂജാവിധികളും ആചാരങ്ങളും അച്ഛനും മകനും എന്ന സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുപോലെ വൈക്കത്തഷ്ടമിക്ക് രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നും എഴുന്നള്ളത്തും ഉണ്ടാവാറുണ്ട്. അന്ന് അച്ഛനും മകനും തമ്മിലുള്ള കൂടിക്കാഴ്ചയായിട്ട് ഈ ചടങ്ങ് കണക്കാക്കുന്നു. അപ്പോൾ വൈക്കത്തപ്പന്റെ പുത്രനാണെന്നുള്ള സങ്കല്പമുള്ള ദേവതയാണ് ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ടുണ്ടായ കലാരൂപം. രാമനാട്ടത്തെ പരിഷ്കരിച്ചുണ്ടായ കലാരൂപം കഥകളിയാണ്. കോട്ടയത്ത് തമ്പുരാൻ രചിച്ച രാമനാട്ടം എന്ന കലാരൂപം രാമന്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അദ്ദേഹം രചിച്ച രാമനാട്ടത്തിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നു. കഥകളിയിലേക്ക് വന്നപ്പോൾ രാമനാട്ടത്തിലെ സംഭാഷണങ്ങൾ ഒഴിവാക്കി പകരം കൈമുദ്രകളും ആംഗ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കഥ അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ ഒരു പരിഷ്കാരത്തിലൂടെയാണ് രാമനാട്ടം കഥകളിയായി മാറിയത്. രാമനാട്ടത്തിന് മുൻപ് പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് കൃഷ്ണനാട്ടം. ഇതിലെ ശൈലികളും കഥകളിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം രാമനാട്ടത്തെ പരിഷ്കരിച്ചുണ്ടായ കലാരൂപം ഏതാണെന്നാണ്. അത് കഥകളിയാണ്. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏത്? തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ് കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഒരിപ്പുറത്ത് എന്ന കുടുംബമാണ് ഇവിടെ കഥകളി യോഗം പരിപാലിക്കുന്നത്. അതുകൊണ്ടാണ് തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം എന്ന പേരും വന്നിരിക്കുന്നത്. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണത്? തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രമാണ് ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസത്തേക്ക് മാത്രം തുറക്കുന്ന പാർവതി നടയുള്ളത്. ആലുവയ്ക്ക് സമീപം തിരുവൈരാണിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വർഷത്തിൽ 12 ദിവസം മാത്രമേ പാർവതി നട തുറന്നിരിക്കുകയുള്ളൂ. സന്താനഗോപാല മൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം. തൃപ്പൂണിത്തറയിലെ പൂർണ്ണത്രയീശ ക്ഷേത്രമാണ് സന്താനഗോപാല മൂർത്തിയായി മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ക്ഷേത്രമുള്ളത്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യത്തിനായി ഇവിടെ പ്രാർത്ഥിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? തൃശൂർ പൂരത്തിന്റെ ഭാഗമായി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ചെണ്ടമേളമാണ് ഇലഞ്ഞിത്തറമേളം. പാറമേക്കാവ് വിഭാഗമാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഇലഞ്ഞിത്തറമേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ വകയാണ് ഇലഞ്ഞിത്തറമേളം. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏത്? പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന ഉപകരണങ്ങളാണ് തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. പഞ്ചവാദ്യത്തിലെ 5 വാദ്യോപകരണങ്ങളാണ് തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. ഇവിടെ തബലയും ചെണ്ടയും പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടാത്തതാണ്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ ഡെലീഷൻ ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. തിമില, മദ്ദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ് എന്നിവയാണ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്നവ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളുണ്ട്. ഈ 18 അധ്യായങ്ങളെ 3 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തിനും 6 അധ്യായങ്ങൾ വീതമുണ്ട്. ഒന്നാം ഭാഗം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ കർമ്മയോഗം എന്നാണ് പറയുന്നത്. അർജുനന്റെ വിഷാദവും ഭഗവാൻ ജ്ഞാനോപദേശം കൊടുക്കുന്നതും ഓരോരുത്തരും തങ്ങളുടെ കടമകൾ എങ്ങനെ നിർവഹിക്കണമെന്നും ലാഭേച്ഛയില്ലാതെ കർമ്മം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഭഗവത്ഗീതയിലെ ഒന്നാം ഭാഗം, അതായത് കർമ്മയോഗം. രണ്ടാം ഭാഗം ഭക്തിയോഗമാണ്. അധ്യായം 7 മുതൽ 12 വരെയുള്ള ഭാഗമാണ് രണ്ടാം ഭാഗം. ഭക്തിയെക്കുറിച്ചുള്ള അറിവാണ് ഇവിടെ നൽകുന്നത്. മൂന്നാം ഭാഗം ജ്ഞാനയോഗമാണ്. അധ്യായം 13 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളാണ് മൂന്നാം ഭാഗമായ ജ്ഞാനയോഗത്തിൽ വരുന്നത്. മോക്ഷത്തെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് മൂന്നാം ഭാഗം. അങ്ങനെ ഭഗവത്ഗീതയിൽ 18 അധ്യായങ്ങളാണുള്ളത്. 18 അധ്യായങ്ങളെ 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാം ഭാഗം കർമ്മയോഗം, രണ്ടാം ഭാഗം ഭക്തിയോഗം, മൂന്നാം ഭാഗം ജ്ഞാനയോഗം എന്നിങ്ങനെയാണ് അധ്യായങ്ങളെ തിരിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ ചന്ദനക്കാവ് ക്ഷേത്രത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ചിത്രം സ്ഥാപിച്ചിരിക്കുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ചിത്രത്തിന്
ക്ഷേത്രത്തിൽ നിത്യേന നേദ്യം സമർപ്പിക്കാറുണ്ട്. മേൽപ്പത്തൂരിന്റെ ഉപാസനമൂർത്തിയായിരുന്നു ഗണപതി ഭഗവാൻ എന്നും ഒരു ഐതിഹ്യമുണ്ട്. മേൽപ്പത്തൂരിന്റെ കുടുംബക്ഷേത്രമാണ് ഈ ചന്ദനക്കാവ് ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേര് പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രമാണ് ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. പ്രധാന പ്രതിഷ്ഠ ശ്രീരാമനാണെങ്കിലും ഹനുമാന്റെ സാന്നിധ്യം കൊണ്ട് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഹനുമാൻകാവ് എന്നൊരു പേരും ഈ ക്ഷേത്രത്തിന് ഉണ്ട്. രാമമന്ത്രം ജപിച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭരതൻ സങ്കല്പമായ ക്ഷേത്രം കൂടൽമാണിക്യ ക്ഷേത്രമാണ്. ആൻസർ ശ്രീരാമന്റെ അനുജനായ ഭരതനെയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ട് ആരാധിക്കുന്നത്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് കൂടൽമാണിക്യ ക്ഷേത്രം. സംഗമേശ്വരൻ എന്നൊരു പേരും ഭരതന് പറയാറുണ്ട്. അതുകൊണ്ട് കൂടൽമാണിക്യം സംഗമേശ ക്ഷേത്രം എന്നും ഈ ഒരു ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഉപദേവതകളില്ലാത്ത ക്ഷേത്രമായിട്ടും കൂടൽമാണിക്യ ക്ഷേത്രം പ്രസിദ്ധമാണ്. 38 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രമാണ്. 38 ചൊവ്വാഴ്ച ചാന്താട്ടം നടക്കുന്ന ക്ഷേത്രം. 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രം ഏതാണ്? പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളെയാണ് 108 ദുർഗാലയങ്ങളായിട്ട് കണക്കാക്കുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളിൽ അവസാനത്തേത് എന്ന് വിശ്വസിക്കുന്ന കുമാരനെല്ലൂർ ക്ഷേത്രമാണ് ഇവിടുത്തെ ആൻസർ. ഇപ്പൊ 108 ദുർഗാലയങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് കുമാരനെല്ലൂർ ദേവീക്ഷേത്രം. ബാക്കി ഓപ്ഷൻസിൽ എന്താണ് വരാത്തത്? കൊട്ടിയൂർ ക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. ദക്ഷയാഗവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം ദേവിയുടെ തന്നെ ആണെങ്കിലും 108 ദുർഗാലയങ്ങളിൽ വരുന്നില്ല. തട്ടയിൽ ഒരു പുറത്ത് ഭഗവതി ക്ഷേത്രവും ദുർഗാദേവിയുടെ തന്നെയാണ്. പക്ഷെ 108 ദുർഗാലയങ്ങളിൽ ഒന്നായി ഇതും കണക്കാക്കുന്നില്ല. 108 ദുർഗാലയങ്ങളിൽ എങ്ങനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? പരശുരാമൻ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രത്യേക പട്ടികയാണ് 108 ദുർഗാലയങ്ങളിൽ വരുന്നവ. അപ്പൊ ഇവിടുത്തെ ആൻസർ കുമാരനെല്ലൂർ ദേവീക്ഷേത്രമാണ്. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രമാണ്. തിരുവഞ്ചിറ ജലാശയത്തിന്റെ നടുവിലുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രം ഒരു പുഴയുടെ നടുവിലുള്ള ഒരു തുരുത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ പേര് ബാവലിപ്പുഴ എന്നാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന തീർത്ഥക്കുളത്തിന് തിരുവഞ്ചിറ എന്നാണ് പേര്. ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒന്ന് പ്രതിഷ്ഠിച്ചെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. ആൻസർ ഖരൻ ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്ന 3 ലിംഗങ്ങളിൽ ഒരെണ്ണം ഏറ്റുമാനൂരിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. മറ്റു 2 ലിംഗങ്ങൾ കടപ്പൂർ, വൈക്കം എന്നീ സ്ഥലങ്ങളിലുമായിട്ടാണ് പ്രതിഷ്ഠിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഏത് ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതി എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്ന ഗ്രന്ഥം രചിച്ചത്. ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും കഥകളെ അടിസ്ഥാനമാക്കിയാണ് ശ്രീകൃഷ്ണന്റെ ജീവിതകഥ 8 അധ്യായങ്ങളായി കൃഷ്ണഗീതയിൽ വിവരിച്ചിരിക്കുന്നത്. ഈ 8 അധ്യായങ്ങളെ ആധാരമാക്കിയാണ് കൃഷ്ണനാട്ടം 8 ദിവസത്തെ അവതരണമായി നടത്തുന്നത്. അമ്പലങ്ങളിൽ നടക്കൽ നിന്ന് ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് സോപാന സംഗീതമാണ്. അമ്പലങ്ങളിൽ ദേവനെ സ്തുതിച്ചു പാടുന്ന പാട്ട് ക്ഷേത്രത്തിലെ സോപാനത്തില് നടയിൽ വെച്ച് പാടുന്നത് കൊണ്ടാണ് ഇതിന് ഇങ്ങനൊരു പേര് വന്നത്. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം ഇത് കണ്ടുപിടിക്കാനേ എളുപ്പമാണ് അല്ലെ? ബാക്കിയെല്ലാം വേദങ്ങളെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. മഹാഭാരതമാണ് 5ാമത്തെ വേദമായി അറിയപ്പെടുന്നത്. ചില പുരാണങ്ങളില് നാട്യശാസ്ത്രത്തെയും 5ാമത്തെ വേദമായിട്ട് പരിഗണിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള മഹാഭാരതമാണ്. 5ാമത്തെ വേദമായി അറിയപ്പെടുന്ന ഗ്രന്ഥം മഹാഭാരതമാണ്. മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം. ഭാരതപ്പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ നടന്നിരുന്ന മാമാങ്കം ഈ ക്ഷേത്രത്തിന്റെ സമീപമുള്ള മണൽപ്പുറത്താണ് നടന്നിരുന്നത്. നാവാമുകുന്ദ ക്ഷേത്രമാണ് മാമാങ്കവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ക്ഷേത്രം. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്